കാലം കൈരളിക്ക് സമ്മാനിച്ച ഇബ്നു ഹജർ കർമ്മശാസ്ത്രത്തിന്റെ ആഴം കാണാത്ത ബഹറിൽ വൈജ്ഞാനികവും പവിഴവും പരതിയെടുത്ത് മുസ്ലിം ഉമ്മത്തിന് വിതരണം ചെയ്യുന്ന ഫഖീഹുൽ ഉമ്മ, സമസ്തക്ക് വേണ്ടി വിശ്രമമില്ലാതെ ഓടി നടക്കുന്ന കർമ്മയോഗി, വിദ്യാഭ്യാസ ബോർഡിന്റെ കരുത്തുറ്റ ചലനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അജയ്യനായ ജനറൽ സെക്രട്ടറി, ഈ സമ്മേളനത്തിന്റെ ചെയർമാൻ, സമസ്തയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ശൈഖുന MT അബ്ദുള്ള മുസ്ലിയാർ ഈ മഹാസമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നു. ശൈഖുനയെ പ്രസംഗപീഠത്തിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ಸಹೃದಯರೇ, ನಾವೆಲ್ಲರೂ ಕಾದು ಕುಳಿತಿರುವ ನಿರೀಕ್ಷೆಯ ಕರುನಾಡಿನ ಮಣ್ಣಿನ ಹೆಮ್ಮೆಯ ಮುಖ್ಯಮಂತ್ರಿಯಾಗಿರುವಂತಹ ಶ್ರೀಮಾನ್ ಸಿದ್ದರಾಮಯ್ಯರವರು, ಹಾಗೆ ಮುಖ್ಯಮಂತ್ರಿಯಾದ DK ಶಿವಕುಮಾರ್ ಸೇರಿದಂತೆ ಹಲವಾರು ಸಚಿವರುಗಳ ಸಾನ್ನಿಧ್ಯದಲ್ಲಿ ಇನ್ಶಾ ಅಲ್ಲಾಹ್ ನಮ್ಮಿ ನಾಯಕರಾದ ಸುನ್ನಿ ಜಗತ್ತಿನ ಅಮರ ಜ್ಯೋತಿ ಸಯ್ಯದುಲ್ ಉಲಮಾ ಅಸಯ್ಯದ್ ಜಿಫ್ರಿ ಮುತ್ತುಕೋಯ ತಂಗಳರವರ ನೇತೃತ್ವದಲ್ಲಿ ಇದು ಅರಮನೆ ಮೈದಾನವು ಸಜ್ಜಾಗುತ್ತಿದೆ. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനത്തിൻ്റെ അജയ്യനായ അധ്യക്ഷൻ അഭിവന്യരായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവരുടെ, മുസ്ലിം ഉമ്മത്തിൻ്റെ അനിഷേധ്യനായ നേതാവ് അഭിവന്യരായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവരുടെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി ഷെയ്ഖുൽ ജാമിയ ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർ അവരുടെ, ഈ സ്റ്റേജിൽ അണിനിരന്നിട്ടുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മുഷാവറ അംഗങ്ങളാകുന്ന പണ്ഡിത മഹത്തുക്കളെ, സ്റ്റേജിലും സദസ്സിലുമുള്ള ഉലമാക്കളെ, സാദാത്തുക്കളെ, ഉമറാക്കളെ, മുഅ്മിനീങ്ങളായ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ മലിക്കിൽ ഹഖിൽ മുബീൻ, അൽഹംദുലില്ലാഹിൽ മലിക്കിൽ ഹഖിൽ മുബീൻ, അൽഹംദുലില്ലാഹിൽ മലിക്കിൽ ഹഖിൽ മുബീൻ, ദിൽ ഖുവ്വത്തിൽ മതീൻ, വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിനിസ് സ്വാദിഖിൽ വഅദിൽ അമീൻ وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. صدق الله مولانا العظيم. ബഹുമാനികളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനത്തിൻ്റെ
100-ാം വാർഷികം കൊണ്ടാടാൻ പോവുകയാണ്. രണ്ട് വർഷം കഴിഞ്ഞ് 2026 ജനുവരിയിൽ അതിൻ്റെ കൃത്യമായ ഡേറ്റ് ഇൻഷാ അല്ലാഹ് നേതാക്കൾ പ്രഖ്യാപിക്കും. സമസ്തയുടെ 100-ാം വാർഷികം കൊണ്ടാടാൻ പോവുകയാണ്. അതിൻ്റെ മുന്നോടിയായി ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സ്റ്റേറ്റുകളിൽ പ്രചരണ മഹാസമ്മേളനങ്ങൾ നടക്കാനിരിക്കുകയാണ്. അതിൻ്റെ ദേശീയ ഉദ്ഘാടന മഹാസമ്മേളനമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഉദ്ഘാടന സമ്മേളനം ഇതിൻ്റെ ഏകദേശം അടുത്തുള്ള ഖുദ്ദൂസ് മൈതാനി എന്ന ആ ഗ്രൗണ്ടിൽ നടത്താനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. പക്ഷേ അവിടെ സ്ഥലം മതിയാവുകയില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വലിയ പാലസ് ഗ്രൗണ്ട് എന്ന് അറിയപ്പെടുന്ന ഈ ഗ്രൗണ്ടിലേക്ക് സമ്മേളനം മാറ്റിയത്. ഈ മഹാ ഗ്രൗണ്ട് നമ്മുടെ പ്രവർത്തകരാൽ നിറഞ്ഞിരിക്കുകയാണ്. ഈ ഗ്രൗണ്ട് ഈ ചെറിയ ഒരു ഉദ്ഘാടന സമ്മേളനത്തിൽ ഇത്രമാത്രം ജനങ്ങൾ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 100-ാം വാർഷികത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും? ഞങ്ങൾ തെരഞ്ഞു കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കുറേ സ്ഥലങ്ങൾ പരിശോധിച്ചു. പൂർത്തിയായിട്ടില്ല. സമസ്തയുടെ 100-ാം വാർഷികം കൊണ്ടാടാൻ മതിയാകുന്ന സൗകര്യമുള്ള ഒരു സ്ഥലം, അങ്ങനെയാണല്ലോ, സമ്മേളിക്കാനുള്ള സൗകര്യം വേണം, പാർക്കിംഗ് സൗകര്യം വേണം, വെള്ള സൗകര്യം വേണം, വിമാനമാർഗവും ട്രെയിൻ മാർഗവും മറ്റു വാഹനങ്ങൾ വഴിയുമൊക്കെ വന്നു ചേരാനുള്ള സൗകര്യം വേണം. ഇന്ത്യയിൽ നിന്നും വിദേശ നാടുകളിൽ നിന്നും വരുന്നവർക്കൊക്കെ എത്തിച്ചേരാനുള്ള സൗകര്യങ്ങൾ വേണം. അതിന് മാത്രം സൗകര്യത്തോടു കൂടെയുള്ള വിശാലമായ ഒരു സ്ഥലം കേരളത്തിലെവിടെ എന്ന് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ കണ്ടെത്തും. കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലേക്ക് തന്നെ നമ്മുടെ സമ്മേളനം വിശാലമായ സ്ഥലങ്ങളുള്ള തമിഴ്നാട്ടിലേക്കോ കർണാടകത്തിലേക്കോ മാറ്റേണ്ടി വരുമോ എന്ന് സംശയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നാലും നേതാക്കൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിൻ്റെ ശേഷം ഇന്ന് പ്രഖ്യാപിക്കാൻ ഉദ്ദേശിച്ചതായിരുന്നു. നമ്മുടെ സ്ഥലം ഇന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചതായിരുന്നു. പക്ഷേ നേതാക്കൾക്ക് അത് പരിശോധിച്ച് ഉറപ്പുവരുത്താൻ സാധിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഉറപ്പുവരുത്തിയതിൻ്റെ ശേഷം നിങ്ങളെല്ലാവരെയും വിവരം അറിയിക്കുന്നതാണ്. ഒരു കാര്യം നമ്മൾക്ക് തീർച്ചയാണ്, ഈ ജനാവലി എത്രയും പെട്ടെന്ന് തീരുമാനിക്കുകയും വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെറിയ തോതിലുള്ള പ്രചരണങ്ങൾ നടത്തുകയും ചെയ്തിട്ട് പോലും ദൂരദിക്കുകളിൽ നിന്ന് ഗൾഫ് നാടുകളിൽ നിന്നൊക്കെ നേരെ വിമാനത്തിന് വന്ന് ഇവിടെ ബാംഗ്ലൂർ വന്ന് ഇറങ്ങിക്കാണ്. ഇത്രയും വലിയ ഒരു ജനാവലി ഇവിടെ തടിച്ചുകൂടിയെങ്കിൽ ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ശക്തിയാണ് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഇൻഷാ അല്ലാഹ് അർഹമുർ റാഹിമീനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട്, സമസ്തയെ നയിച്ച മഹത്തുക്കളുടെ ബർക്കത്ത് കൊണ്ട്,
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് എന്തെങ്കിലും ഒരു പോറലേൽപ്പിക്കാൻ ഒരാൾ വിചാരിച്ചാലും അത് സാധിക്കുകയില്ല. ഇതാണ് നമ്മൾക്ക് മനസ്സിലാക്കാനുള്ളത്. ബഹുമാനികളെ, സമയം കുറവാണ്. അതുകൊണ്ട് സുദീർഘമായ ഒരു സ്വാഗത പ്രസംഗം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ കർത്തവ്യം മഹത്തുക്കൾക്ക്, മഹാന്മാർക്ക് സ്വാഗതം പറയുക, നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറയുക എന്നുള്ളതാണ്. ചുരുക്കി ചില കാര്യങ്ങൾ പറയുകയാണ്. പരിശുദ്ധമായ ഇസ്ലാം ദക്ഷിണേന്ത്യയിൽ 1-ാം നൂറ്റാണ്ടിൽ തന്നെ പ്രവേശിച്ചിട്ടുണ്ട്. കൃത്യമായ ഡേറ്റുകളിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും പരിശുദ്ധ ഇസ്ലാം 1-ാം നൂറ്റാണ്ടിലെത്തി എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ പ്രചരണം, വ്യാപകമായ പ്രചരണം നടത്തിയത് ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും സംഘത്തിൻ്റെയും പ്രവേശനത്തോടു കൂടെയാണ്. പ്രചരണം എന്ന് പറയുമ്പോൾ വാക്കുകൊണ്ടോ അല്ലെങ്കിൽ തൂലിക കൊണ്ടോ ഉള്ള പ്രചരണം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഏറ്റവും വലിയ പ്രചരണം അവരുടെ ജീവിതമാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രചരണത്തിൻ്റെ, ദീനീ ദഅവത്തിൻ്റെ ഏറ്റവും വലിയ പ്രചരണം അവരുടെ ജീവിത രീതിയാണ്. സത്യത്തിൽ മാത്രം ഏറ്റവും നല്ല സൽസ്വഭാവികളായിക്കൊണ്ടുള്ള വിനയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉടമകളായിക്കൊണ്ടുള്ള അവരുടെ ജീവിത രീതി, അവരുടെ ചിട്ട, അവരുടെ മത ചിട്ട, ഇതെല്ലാം കാണുമ്പോൾ സ്വാഭാവികമായും നല്ല മനസ്സുള്ള ആളുകൾ അതിലേക്ക് ആകർഷിക്കും. അങ്ങനെ ആകർഷിച്ചുകൊണ്ട് സ്വമേധയാ ഇസ്ലാമിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി കടന്നു വന്നു. നിർബന്ധമായിട്ട് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ നിർബന്ധമായിട്ടൊരാൾ ഇസ്ലാം മതത്തിൽ ചേർക്കുക എന്ന ഒരു പദ്ധതി ഇല്ല. ഇസ്ലാമിൽ അങ്ങനെ ഒരു പദ്ധതി ഇല്ല. ലാ ഇക്റാഹ ഫിദ്ദീനി, ബലാത്കാരം എന്ന ഒരു പരിപാടി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലില്ലേ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉറപ്പിച്ച് അറിയിക്കുകയാണ്. കാരണം അതുകൊണ്ട് കാര്യമില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് മനസ്സിൽ വിശ്വസിച്ച് നാവ് കൊണ്ട് പറയണം. മനസ്സിൽ വിശ്വസിച്ച് നാവ് കൊണ്ട് പറയണം. മറ്റൊരാൾ നിർബന്ധത്തിന് വഴങ്ങി പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ മുസ്ലിം ആകൂല. അങ്ങനത്തെ ഒരു മുസ്ലിമിനെ നമ്മൾക്കൊട്ട് ആവശ്യമല്ല. അപ്പം അതുകൊണ്ട് അവരുടെ ജീവിതം അതാണ് ഏറ്റവും വലിയ പ്രചരണം. ആ പ്രചരണത്തിലൂടെ പരിശുദ്ധ ഇസ്ലാമിന് വലിയ വളർച്ചയുണ്ടായി. അങ്ങനെ അത് പിന്നീട് ഏറ്റെടുത്തത് നേരത്തെ ഇവിടെ ഓതി കേൾപ്പിച്ചല്ലോ, അൽ ഈമാനു യമാനിൻ വൽ ഹിക്മത്തു യമാനിയ. ആദ്യകാല യമൻ, ഇപ്പോഴുള്ള യമൻ എന്ന് പറയാൻ പറ്റൂല. ആദ്യകാലത്ത് ഉള്ള യമൻ, പ്രത്യേകിച്ച് ഹദ്റമൗത്ത് പോലെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിലേക്ക് എത്രയോ സാദാത്തുക്കളാണ് ഹദ്റമൗത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ പ്രചരണത്തിന് വേണ്ടി ഇവിടെ വന്നു. അവരൊക്കെ കൊണ്ടുവന്ന, അവരൊക്കെ നമ്മൾക്ക് പഠിപ്പിച്ച ഒരു ദീനുണ്ട്. ഇസ്ലാമിൻ്റെ ആദ്യകാലം മുതൽക്ക് നമ്മുടെ ദക്ഷിണേന്ത്യയിൽ നിലനിന്ന് പോകുന്ന ഒരു ഇസ്ലാം, അതിൻ്റെ വിശ്വാസ കാര്യങ്ങളിലൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും ഒരേ വിശ്വാസം, ഒരേ അഖീദ, ഒരേ തൗഹീദ്, ഒരേ ഈമാന്, ഒരേ കലിമ, ഒരേ ഷഹാദ.
ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന അല്ലാഹുവിൻ്റെ ഔലിയാക്കളും ആരിഫീങ്ങളും മഹത്തുക്കളാകുന്ന മശായിഖുമാരും ഉൾക്കൊള്ളുന്ന, അതുപോലെ തന്നെ മഹാന്മാരായ സാദാത്തുക്കളും ഉഖ്റവിയായ പണ്ഡിതന്മാരും ഉൾക്കൊള്ളുന്ന ഒരു ഉത്തമ സമൂഹമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് ബിദ്അത്ത് കടന്നു വന്നു. 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചു മരിച്ച ഇബ്നു തൈമിയ, അദ്ദേഹം അതുവരെ നിരാക്ഷേപം നിലനിന്ന് പോന്ന പല കാര്യങ്ങളും വിശ്വാസകാര്യങ്ങളിലും അനുഷ്ഠാന കാര്യങ്ങളിലും പുതിയ ചിന്താഗതികൾ അദ്ദേഹം കൊണ്ടുവന്നു. അഖീദയിൽ തവസ്സുൽ ഇസ്തിഗാസയുടെ കാര്യത്തിൽ, ഇസ്മത്തിൻ്റെ കാര്യത്തിൽ, അതുപോലെ മറ്റു പല കാര്യങ്ങളിലും പുതിയ ചിന്താഗതികൾ അദ്ദേഹം കൊണ്ടുവന്നു. നല്ല എഴുത്തുകാരനായിരുന്നു. എത്രത്തോളം നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ്? അല്ലാഹുവിൻ്റെ അമ്പിയാക്കൾ ഇന്നലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തൻ ഹസന, തീർച്ചയായും നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ തിരുദൂതരിൽ ഉത്തമ മാതൃകയുണ്ട്. അവിടുത്തെ വാക്കുകളും അവിടുത്തെ പ്രവൃത്തികളും അവിടുത്തെ മൗനാനുവാദവും എല്ലാം നിങ്ങൾക്ക് ഉത്തമ മാതൃകയാണെന്ന് പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ. അതാണ് അമ്പിയാക്കൾ. അവരുടെ നുബുവത്തിൻ്റെ മുമ്പോ നുബുവത്തിൻ്റെ ശേഷമോ അറിഞ്ഞോ അറിയാതെയോ ചെറുതോ വലുതോ ആയ ഒരു പാപവും അവരിൽ നിന്നുണ്ടാവുകയില്ല എന്ന് വിശ്വസിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സംരക്ഷിക്കും. അവർ പാപ സുരക്ഷിതരാണ്. അവർക്ക് അല്ലാഹു സംരക്ഷണം നൽകും. ആ പാപ സുരക്ഷിതരായ അമ്പിയാക്കളാണ്, അവരാണ് മാതൃക. അവരുടെ എല്ലാ മാതൃകയാണ്. അങ്ങനെ മഹത്തുക്കളുടെ ഇസ്മത്തിൽ വിശ്വസിക്കുന്ന സുന്നികളാകുന്ന മുസ്ലിങ്ങളായിരുന്നു നമ്മുടെ കേരളത്തിൽ ഒക്കെ ഉണ്ടായിരുന്നത്. ഇബ്നു തൈമിയ അദ്ദേഹത്തിൻ്റെ ശേഷം 12-ാം നൂറ്റാണ്ടിൽ ജനിച്ച് മരണപ്പെട്ട മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്, ഇസ്മത്തിനെ സംബന്ധിച്ച് ഇബ്നു തൈമിയ എന്താ പറഞ്ഞതെന്നറിയോ? അദ്ദേഹത്തിൻ്റെ ഒരു തഫ്സീറുണ്ട്, ഇപ്പോൾ തഫ്സീറുൽ കബീർ എന്നൊക്കെ പറയും അവർ. ആ തഫ്സീറിൽ സൂറത്തു തൗബയുടെ തഫ്സീർ, അതിൻ്റെ അവസാനത്തിൽ ഒരധ്യായം. എന്താണ് അധ്യായം? തൗബത്തുൽ അംബിയ. അപ്പം സാധാരണക്കാരുടെ തൗബ, അംബിയാക്കളുടെ തൗബ. അങ്ങനെ തൗബത്തുൽ അംബിയ എന്ന ഒരു ഹെഡിങ്. എന്താണ് അതിൽ പറയുന്നത്? നാം ശ്രദ്ധിക്കണം. എന്താണ് അതിൽ പറയുന്നത്? അല്ലാഹുവിൻ്റെ നബിമാர்கள் അവർ തെറ്റ് ചെയ്യണം, തെറ്റ് ചെയ്തിട്ട് അവർ തൗബ ചെയ്യണം. അങ്ങനെ തൗബ ചെയ്തിട്ട് അവർക്ക് ദറജ ഉയരണം. അപ്പം അമ്പിയാക്കളുടെ ദറജ, അവരുടെ സ്ഥാനം ഉയരണമെങ്കിൽ അവർ തെറ്റ് ചെയ്ത് തൗബ ചെയ്യണം, അനിവാര്യമാണത് എന്നാണ് അയാൾ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ബിദ്അത്തിൻ്റെ അടിത്തറവാകിയ ഇന്ന് നമ്മളെ കേരളത്തിൽ, ഇന്ന് ലോകത്ത് നടക്കുന്ന ഈ വഹാബി ബിദ്അത്തിൻ്റെ അടിത്തറവാകിയ ഇബ്നു തൈമിയ പറയുന്നത് അമ്പിയാക്കൾ തെറ്റ് ചെയ്ത് തൗബ ചെയ്യണം. എന്തിനു വേണ്ടി? അവരുടെ സ്ഥാനം ഉയരാൻ വേണ്ടി. എത്രത്തോളം മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നാളെ ഖിയാമത്ത് നാളിൽ ഷഫാഅത്തുൽ കുബ്ര എന്ന ഷഫാഅത്തിനുള്ള അർഹത ഉണ്ടായത്. സുബ്ഹാനല്ലാഹ്, നമ്മൾ നാവ് കൊണ്ട് നമുക്ക് പറയാൻ പറ്റുമോ? പ്രയാസമല്ലേ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഷഫാഅത്തിനുള്ള അർഹത ഉണ്ടായത് നബി തങ്ങൾ തെറ്റ് ചെയ്ത് തൗബ ചെയ്തത് കൊണ്ടാണ്. അതാണ് 12-ാം നൂറ്റാണ്ടിൽ ജനിച്ച ഉലായിക ഹുനാലിക തുത്ലഉ ഖർനു ശൈത്താൻ,
പിശാദിൻ്റെ കൊമ്പ് അവിടെ പ്രത്യക്ഷപ്പെടും എന്ന് അങ്ങോട്ട് നോക്കി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നജ്ദ് എന്നായിരുന്നു അന്നത്തെ പേര്. അവിടെ ജനിച്ച മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഇബ്നു തൈമിയ്യയുടെ ബിദ്അത്തുകൾ പൊടി തട്ടി ഒരു പുതിയ മതം ഉണ്ടാക്കി. അതാണ് വഹാബിയത്ത്. ഒരു പുതിയ മതമാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രചാരകരായിരുന്നു ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദ, റഷീദ് റിള. ഈ റഷീദ് റിള ഒരു മാസിക പ്രസിദ്ധീകരിച്ചു. അൽമനാർ എന്നാണ് അതിൻ്റെ പേര്. ആ അൽമനാർ വഹാബിയത്ത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു മാസിക അൽമനാർ എന്ന പേരിൽ, അതിൻ്റെ സ്ഥിരം വായനക്കാരനായിരുന്ന ഒരു മൗലവി, തെക്കൻ ജില്ലകളിൽ കേരളത്തിൻ്റെ തെക്കുഭാഗത്ത് ഉണ്ടായിരുന്ന ഒരു മൗലവി, വക്കം മൗലവി എന്ന് പറയുന്ന ഒരു മൗലവി അതിൻ്റെ സ്ഥിരം വായനക്കാരനായിരുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്, ബിദ്ഈ ഗ്രന്ഥങ്ങൾ അതിങ്ങനെ അതിൻ്റെ സ്ഥിരം വായനക്കാരനായാൽ ദീനിൻ്റെ ഉസൂല് ശരിക്ക് ഹൃദയത്തിൽ സ്ഥലം പിടിക്കാത്ത സാധാരണക്കാരായ ആളുകളോ മുതഅല്ലിമീങ്ങളോ അത്തരം ഗ്രന്ഥങ്ങളുടെ സ്ഥിരം വായനക്കാരായാൽ വഴിതെറ്റിപ്പോകാൻ അത് വളരെ കാരണമായി തീരുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ മൗലവി അൽമനാർ മാസികയുടെ സ്ഥിരം വായനക്കാരനായിരുന്നു. അദ്ദേഹം അതിലെ ആകൃഷ്ടനായി അദ്ദേഹം എന്താണിതൊന്ന് കേരളത്തിൽ പയറ്റി നോക്കിയാൽ എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ അയാൾ ആ ബിദ്അത്ത് കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി. ഇദാ ലഹറൽ ബിദ്ഉ വസക്കത്തൽ ആലിമു ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ബിദ്അത്ത് പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് പണ്ഡിതന്മാർ മൗനം പാലിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ശാപം അവരുടെ മേലിറങ്ങുന്ന അത്ര ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മഹത്തുക്കളായ ആ കാലഘട്ടത്തിലെ ഉഖർവിയായ പണ്ഡിതന്മാർ അവർ ചിന്തിച്ചു, അവരാലോചിച്ചു, അവർ ചർച്ചകൾ നടത്തി, അവർ സംഘടിക്കാൻ തീരുമാനിച്ചു. കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് ചേർന്ന 1926 കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് ചേർന്ന ഒരു കൺവെൻഷനിൽ, പണ്ഡിത കൺവെൻഷനിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹത്തായ പ്രതിരോധ പ്രസ്ഥാനത്തിന് രൂപം നൽകി. അതിൻ്റെ പ്രഥമ പ്രസിഡൻ്റായിരുന്നു ബഹുമാനപ്പെട്ട വരക്കൽ സയ്യിദ് അബ്ദുറഹ്മാൻ ബഅലവി മുല്ലക്കോയത്തങ്ങൾ. മഹാനവറുകൾ വലിയ വലിയായിരുന്നു, വലിയ കറാമത്തുള്ള വലിയായിരുന്നു, പണ്ഡിതനായിരുന്നു, ബഹുഭാഷാ പണ്ഡിതനായിരുന്നു. മഹാനവറുകളുടെ ഒരു ചരിത്രം, ജന്മസമയത്തുണ്ടായ ഒരു ചരിത്രം പൂർവികരിൽ നമ്മൾക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉമ്മ ബിവി ഉമ്മാമ, അവർക്ക് പ്രസവവേദന തുടങ്ങി. പ്രസവവേദന തുടങ്ങിയ സമയത്ത് ചുറ്റുഭാഗത്തുള്ള സാധാരണക്കാരവിടെ ഒരുമിച്ച് കൂടി അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ പ്രസവം എളുപ്പമാകണം, സഹലാവണം. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രായം ചെന്ന ഒരാൾ, പച്ച പകലാണ്, ആകാശത്തിലേക്കൊന്നിങ്ങനെ തല ഉയർത്തിയപ്പോൾ ഒരു തിളങ്ങുന്ന നക്ഷത്രം അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം കീപ്പോട്ട് തന്നെ തല താഴ്ത്തിയപ്പോഴേക്ക് അകത്ത് നിന്ന് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. ഏത് കുഞ്ഞിൻ്റെ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക നേതാവും അതിൻ്റെ പ്രസിഡൻറ്റുമായ മഹാനായ സയ്യിദ് വരക്കൽ അബ്ദുറഹ്മാൻ ബഅലവി മുല്ലക്കോയത്തങ്ങൾ അവരുടെ ആ കുഞ്ഞിൻ്റെ കരച്ചിലാണ് കേട്ടത്. ആ സമയത്ത് പതിവിനെതിരായിക്കൊണ്ട് പച്ചപ്പകരൊരു നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടതിൻ്റെ പൊരുളെന്താണ്? മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അസ്ഹാബി കന്നുജൂമി ഫബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. എൻ്റെ സഹാബത്ത് നക്ഷത്ര തുല്യരാണ്, അവരാരോട് നിങ്ങൾ പിൻപറ്റിയാൽ നിങ്ങൾ വഴിപഴക്കൂല.
നിങ്ങൾക്ക് ഹിദായത്ത് ലഭിക്കും എന്നാണ് പറഞ്ഞത്. നക്ഷത്രങ്ങളോടാണ് ഉപമിപ്പിച്ചത്. നക്ഷത്രം നോക്കി ഒരാൾ യാത്ര ചെയ്താൽ അവൻ്റെ യാത്രയിൽ പേക്കൂല. പഴയ കാലത്തൊക്കെ അതിൻ്റെ ഇൽമ, കടൽ യാത്രക്കാർക്കൊക്കെ അതിൻ്റെ ഇൽമുണ്ട്, ഇന്നുമുണ്ട്. അപ്പോൾ അതിൻ്റെ പൊരുൾ, ഈ സമൂഹം വഴിപിഴച്ച് പോകുമ്പോൾ, വഴി മനസ്സിലാകാതെ പോകുമ്പോൾ അവർക്ക് വഴി കാണിച്ചു കൊടുക്കാനുള്ള ഒരു നക്ഷത്രം ഇതാ ഉദിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ പൊരുൾ. ആ മഹാനാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ സ്ഥാപക നേതാവ്. കറാമത്തുകളൊക്കെ ഒരുപാട് പറയാനുണ്ട്, ഇപ്പം സമയമല്ല. ബഹുമാനികളെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിന് ഭരണഘടനയുണ്ട്. അത് രജിസ്റ്റർ ചെയ്തത് ഭരണഘടന മുമ്പുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ആ ഭരണഘടന അനുസരിച്ച് കൊണ്ട് അത് രജിസ്റ്റർ ചെയ്തത് 1934 ആ ഭരണഘടന ഇന്നും നിലനിൽക്കുകയാണ്. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ വളരെ മനോഹരമാണ്. അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുന്നുണ്ട്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിധിക്കനുസരിച്ച് കൊണ്ടായിരിക്കണം പരിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അത് ഇവിടെ പ്രചരിപ്പിക്കുന്നത്. ബിദ്അഈ കക്ഷികളുടെ അബദ്ധങ്ങൾ ഈ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കണം എന്ന് തുടങ്ങി മതവിദ്യാഭ്യാസത്തിൻ്റെയും ലൗകിക വിദ്യാഭ്യാസത്തിൻ്റെയും കാര്യങ്ങളൊക്കെ പ്രത്യേകം ആ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പറയുന്നുണ്ട്. ഞാനത് മുഴുവൻ വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഭരണഘടനയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകമായ ചില ഉപാധികൾ വെച്ചിട്ടുണ്ട്. സമാധാനപരമായി ഒരു വാചകം, ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ സമാധാനപരമായി സമസ്തയുടെ ഏത് പ്രവർത്തനങ്ങളായിരുന്നാലും ആ പ്രവർത്തനങ്ങളൊക്കെ സമാധാനപരമായി നിർവഹിക്കപ്പെടണം. അതാണ് സമസ്തയുടെ പോളിസി. മാത്രമല്ല, അതാത് കാലത്ത് രാജ്യം ഭരിക്കുന്ന സർക്കാർ, ആ സർക്കാരിൻ്റെ നിയമങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ടായിരിക്കണം ദഅ്വാ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. അതേ പ്രകാരം തന്നെ പരിശുദ്ധ ഇസ്ലാം ശരീഅത്തിന് വിരുദ്ധമല്ലാത്ത നിരക്ക് 3 കാര്യങ്ങളാണ്. അതാത് കാലത്തെ സർക്കാരിൻ്റെ നിയമങ്ങൾ അത് പരിഗണിക്കുക, ശരീഅത്തിന് വിരുദ്ധമാകാതിരിക്കുക, സമാധാനത്തോടുകൂടെ ആയിരിക്കുക. ഇതാണ് അതിൻ്റെ ഉന്നതാധികാര സഭയാണ് സമസ്ത കേരള കേന്ദ്ര മുഷാവറ എന്ന് പറയുന്നത്. മുഷാവറ എന്നാണ് അതിൻ്റെ പേര്, കൂടി ആലോചിക്കുക എന്നാണ്. അപ്പം സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പ്രവർത്തനങ്ങളൊക്കെ കൂടി ആലോചിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്. സമാധാനത്തോടുകൂടെയുള്ള പ്രവർത്തനങ്ങളാണ്. അതാണല്ലോ ഇസ്ലാമിൻ്റെ രീതി. വശാവിറുഹും ഫിൽ അംരി, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമന് അള്ളാഹുവിങ്കിൽ നിന്നുള്ള വഹി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. എന്നിട്ട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വശാവിറുഹും ഫിൽ അംരി, നബിയെ തങ്ങൾ കേൾക്കണം, തങ്ങളുടെ അനുയായികൾ പറയുന്നതൊക്കെ കേൾക്കണം, അവരോട് മുഷാവറത്ത് ചെയ്യണം. ഞാൻ എന്തിനാ അപ്പം അവർ പറയുന്നതൊക്കെ കേൾക്കുന്നത് എന്ന തോന്നലുണ്ടാവാൻ പാടില്ല. എല്ലാവരും പറയുന്നത് കേൾക്കണം. എന്നിട്ട് അതിൻ്റെ അന്തിമ തീരുമാനം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നിക്ഷിപ്തമാണ്. എങ്കിലും മുഷാവറത്ത് ചെയ്യണം, എല്ലാവരും പറയുന്നത് കേൾക്കണം. പലതും അങ്ങനെ കേൾക്കുമ്പോൾ അത് വേണ്ടപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അത് നടപ്പിൽ വരുത്തി കൊടുക്കണം. അതാണ് ശൈലി.
ആ ശൈലി തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ശൈലി. അതിൻ്റെ കേന്ദ്ര മുഷാവറ 40 അംഗങ്ങളുള്ള കേന്ദ്ര മുഷാവറ ഇന്നിപ്പോൾ 1 മണിക്ക് ബാംഗ്ലൂരിൽ വെച്ച് അൽഹംദുലില്ലാഹ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മുഷാവറ കൂടുകയുണ്ടായി. ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് കൂടി ആലോചിച്ചു. ചില തീരുമാനങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഇവിടെ പ്രഖ്യാപിക്കപ്പെടും. ചില പ്രമേയങ്ങളൊക്കെ ഇവിടെ അവതരിപ്പിക്കപ്പെടും. അങ്ങനെ കൂടി ആലോചിച്ചു കൊണ്ടുള്ള പ്രവർത്തനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിൻ്റെ വാഹകന്മാർ, പണ്ഡിതന്മാർ, അവരൊക്കെ വിനയത്തിൻ്റെ ഉടമകളാണ്. അതാണല്ലോ ഇൽമിൻ്റെ മഹത്വം, അതാണ് ഉലമാഇൻ്റെ പ്രത്യേകത, അതാണ്. റസാനത്തുൽ ഇൽമി മൻ കാനതു സഖിലുഹു യംഷി ബിഹാ ഖാദിഅം മിഖ്ദാർ അസ്ഫാലി. ഇൽമ് എത്രമാത്രം ഒരാൾക്ക് അധികരിക്കുന്നുവോ അത്രമാത്രം അവൻ വിനയത്തിൻ്റെ ഉടമയാകും. വിനയത്തിൻ്റെയും കൂടി ആലോചനയുടെയും വിട്ടുവീഴ്ചയുടെയും ഉടമ സമസ്തനെ നയിക്കുന്ന പണ്ഡിതന്മാർ, നേതാക്കൾ, നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്ന മാതൃകയും അത് തന്നെയാണ്. അപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്കൊരു ഭരണഘടനയുണ്ട്, അതിന് കീഴ്വഴക്കങ്ങളുണ്ട്. ഈ 98 വർഷത്തിൻ്റെ ഉള്ളിൽ കഴിഞ്ഞുപോയ നിരവധി തീരുമാനങ്ങളുണ്ട്. അതെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രസിഡൻറ്റും ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷെയ്ഖുൽ ജാമിഅ അലിക്കുട്ടി ഉസ്താദ് ജനറൽ സെക്രട്ടറിയുമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ ജൈത്രയാത്ര ഇന്ന് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അതിൻ്റെ തുടക്കം കേരളത്തിൽ നിന്നാണ്, പറഞ്ഞല്ലോ, കോഴിക്കോട്. അപ്പം ചിലർക്കൊക്കെ തോന്നും, കർണാടകത്തിലുള്ളവർക്ക് തോന്നും, തമിഴ്നാട്ടിലുള്ളവർക്ക് തോന്നും, മറ്റ് സ്റ്റേറ്റുകളിലുള്ളവർക്ക് തോന്നും, ഇത് കേരളക്കാരെ സംഘടനയല്ലേ? അങ്ങനെയല്ല. ബഹുമാനപ്പെട്ട ഷെയ്ഖുന ചെറുശ്ശേരി ഉസ്താദ് സാധാരണ പറയാറുണ്ട്, മൈസൂർ സോപ്പ് എന്ന് പറയുന്നത് മൈസൂർക്കാർക്ക് മാത്രമുള്ളതല്ല, അതാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സോപ്പാണ്. ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ ആസ്ഥാനമായി അതിൻ്റെ തുടക്കം കുറിച്ചത് കേരളത്തിൽ നിന്നാണെങ്കിൽ സമസ്ത വളർന്നു, കേരളത്തിൽ നിന്ന് വളർന്നു. അത് കർണാടകത്തിലേക്കും അടുത്ത സ്റ്റേറ്റുകളിലേക്കും ഇന്ന് ഇന്ത്യ രാജ്യം മുഴുവനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ കാരുണ്യ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ലോകരാഷ്ട്രങ്ങളിൽ, മുസ്ലിം രാഷ്ട്രങ്ങളിലൊക്കെ സമസ്തയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും ധാരാളം നടന്നുകൊണ്ടിരിക്കുകയാണ്. 1762 മദ്രസ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇതിനകം അംഗീകരിച്ചിട്ടുള്ളത്. ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തും 11,000-ഓളം വരുന്ന മദ്രസകൾക്ക് അംഗീകാരം നൽകി തുല്യതയില്ലാത്ത മാതൃക കാണിച്ചുകൊണ്ട് സമസ്തയുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും വളർന്ന് പന്തലിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇത്രയും വലിയ നേട്ടം, ഇത്രയും വലിയ ഉയർച്ച എന്തുകൊണ്ടാണ് സമസ്തക്കുണ്ടായത്? സമസ്തക്കുണ്ടായത് മഹാന്മാരായ പണ്ഡിതന്മാരുടെ നേതൃത്വം, ഉഖ്റവിയായ മഹത്തുക്കളാകുന്ന പണ്ഡിതന്മാരുടെ നേതൃത്വവും മഹാന്മാരാകുന്ന നമ്മുടെ ഉമറ, നമ്മുടെ നേതാക്കൾ, ഉമറാക്കൾ, അവരുടെ ശക്തമായ പിന്തുണയും
സാധാരണക്കാരായ പൊതുജനങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണവും അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ ഔലിയാക്കളുടെയും ആരിഫീങ്ങളുടെയും മശായിഖുമാരുടെയും മഹാന്മാരായ സാദാത്തുക്കളുടെയും അവരുടെ ആത്മീയമായ പിന്തുണയും അവരുടെ മദദ്, അവരുടെ ഫൈളാന്, അവരുടെ പിന്തുണ ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇത്രയും വലിയ ഒരു പ്രസ്ഥാനമായി മാറിയത്. ഇൻഷാ അല്ലാഹ് ആ നിലയിൽ തന്നെ പൂർവീകർ നമ്മൾക്ക് കാണിച്ചു തന്ന ആ മാർഗം ഉലൈകല്ലദീന ഹദല്ലാഹ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞത് ഉലൈകല്ലദീന ഹദല്ലാഹ്, മഹാന്മാരായ അമ്പിയാക്കളെ സംബന്ധിച്ച് പറഞ്ഞിട്ട് അവരൊക്കെ അള്ളാഹുവിൻ്റെ ഹിദായത്ത് സിദ്ധിച്ചവരാ. ഫബിഹുദാഹു മുഖ്തദി, അതുകൊണ്ട് അവരോട് നബിയെ തങ്ങൾ പിൻപറ്റുക. അപ്പോൾ ആ പൂർവീകന്മാരുടെ ആ ചര്യ, ആ രീതി, ആ മാതൃക അത് പിൻപറ്റിക്കൊണ്ട് തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ തന്നെ തുടരും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ. ബഹുമാനികളെ, സമസ്തയെ നയിച്ച നേതാക്കൾ ധാരാളമുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ നയിച്ച നേതാക്കൾ, അവരെ നമ്മൾ അനുസ്മരിക്കണം. ഈ അവസരത്തിൽ ചുരുക്കം കുറച്ച് ആളുകളുടെ പേര് ഞാൻ വായിക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാരവി മുല്ലക്കോയ തങ്ങൾ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, മൗലാന അബ്ദുൽ ബാരി മുസ്ലിയാർ, അഹമ്മദ് കോയ ചാലിയാത്തി, മൗലാന അബ്ദുൽ ഖാദിർ ഫൽഫരി, പറവണ്ണ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ, അരിപ്ര മൊയ്തീൻ മുസ്ലിയാർ, കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ, ഷെയ്ഖുന ശംസുൽ ഉലമ, ഷെയ്ഖുന കോത്തുമല ഉസ്താദ്, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, പാണക്കാട് സയ്യിദ് പൂക്കോയ തങ്ങൾ, അതുപോലെയുള്ള മഹത്തുക്കളായ സാദാത്തുക്കൾ കെ കെ അബൂബക്കർ ഹസ്രത്ത്, കെ വി മുഹമ്മദ് മുസ്ലിയാർ, വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഇ കെ അസ് മുസ്ലിയാർ, പാണായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാർ, കെ ടി മാനു മുസ്ലിയാർ, എം എം ബഷീർ മുസ്ലിയാർ, കെ സി ജമാലുദ്ദീൻ മുസ്ലിയാർ, നാട്ടിക മൂസ മുസ്ലിയാർ, കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ, ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ, കുമരംപുത്തൂർ ഉസ്താദ് മുഹമ്മദ് മുസ്ലിയാർ, നമ്മളെ പ്രിയങ്കരനായിരുന്ന ടി എം ബാപ്പു മുസ്ലിയാർ തുടങ്ങി ധാരാളം മഹത്തുക്കളായ ഉഖ്റവിയായ പണ്ഡിതന്മാരൊക്കെ പ്രവർത്തിച്ചത് കൊണ്ടാണ്, അവരൊക്കെ നേതൃത്വം വഹിച്ചത് കൊണ്ടാണ് ഈ ഉന്നത പദവിയിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരാൻ സാധിച്ചത്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ കേന്ദ്ര മുഷാവറയാണ് ആദ്യം രൂപീകരിച്ചതെങ്കിൽ അതിൻ്റെ ശേഷം നിരവധി കീഴ്ഘടകങ്ങൾ 1951 സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് തുടങ്ങി. ജില്ലകളിൽ സമസ്ത ജില്ലാ കമ്മിറ്റികൾ രൂപീകരിച്ചു. യുവാക്കളുടെ സംഘടനയാവുന്ന സുന്നി യുവജന സംഘം, സമസ്ത കേരള സുന്നി യുവജന സംഘം, അതേപ്രകാരം തന്നെ SKSSF, സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ, സമസ്ത കേരള മഹല്ല് ഫെഡറേഷൻ, സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ, ജംഇയ്യത്തുൽ മുദരിസീൻ, ജംഇയ്യത്തുൽ ഖുതബ, ഇങ്ങനെ തുടങ്ങി 14ഓളം വരുന്ന സമസ്തക്ക് കീഴ്ഘടകങ്ങളുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ 98 കൊല്ലക്കാലത്ത് നിരവധി പ്രസ്ഥാനങ്ങളുമായി സമസ്തക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഖാദിയാനിസം. മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി നബിയാണെന്ന് വാദിച്ച ഒരു സമൂഹം ഇവിടെ ഉണ്ടായി. മിർസായെ സംബന്ധിച്ച് പഠിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു തീരുമാനമെടുത്തു, അവർ ഇസ്ലാമിൻ്റെ പുറത്താണ്, അവരെ നമ്മളെ പള്ളിയിലേക്ക് പ്രവേശിക്കാൻ പാടില്ല, അവർക്ക് പെണ്ണ് കൊടുക്കാൻ പാടില്ല, മുസ്ലിങ്ങളുടെ ശ്മശാനത്തിൽ അവരെ മറവ് ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള തീരുമാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കൈക്കൊള്ളുകയുണ്ടായി. മറ്റൊരു പ്രസ്ഥാനമാണ് വഹാബീസം. വഹാബീസത്തിനെ പറ്റി അതേപ്രകാരം തന്നെ മൗദൂദീസം, ഈ 2 ഇസങ്ങളെ സംബന്ധിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നന്നായി പഠിക്കുകയും അത് കടുത്ത ബിദ്അത്തിന്റെ പ്രസ്ഥാനങ്ങളാണെന്നും മുബ്തദിഈങ്ങളോട് എങ്ങനെയാണോ നിൽക്കേണ്ടതെങ്കിൽ അതുപോലെയാണ് അവരോട് നിൽക്കേണ്ടതെന്നും
സമസ്ത കേരള ജമിയത്തുൽ ഉലമ തീരുമാനിക്കുകയുണ്ടായി. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു ഇന്നത്തെ അവസ്ഥ? സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സമ്മേളനം നടത്താൻ നമ്മൾക്ക് സാധിക്കുമായിരുന്നു. അതേപ്രകാരം തന്നെ വ്യാജ തരീക്കത്തുകൾ, ഇവിടെ പല തരീക്കത്തിനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം സമസ്ത തരീക്കത്തിനെ അതൊരു ആത്മീയ വഴിയാണ്. ആത്മീയ ഗുരുനാഥന്മാരെ ആത്മീയ ശിഷ്യന്മാർ സ്വീകരിക്കുകയും ആത്മീയ ഗുരുനാഥന്മാരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുകയും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്തതിനു വേണ്ടിയുള്ള ഒരു മാർഗമാണത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു സഹാബി ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്ന ശറാഇൽ ഇസ്ലാമി ഖദ് കസറത്ത് അലയ്യ. ഇസ്ലാം ശരീഅത്തിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ വിധിവിലക്കുകൾ ധാരാളമുണ്ട്. അതെല്ലാം ശരിയായ രീതിയിൽ അത് എനിക്ക് നടപ്പിൽ വരുത്താൻ കഴിയുമോ എന്നതിലെനിക്ക് പേടിയുണ്ട്, ആശങ്കയുണ്ട് നബിയെ. ഫഉമുർനി ബിശൈഇൻ അതശബ്ബസു ബിഹി. എനിക്കൊരു എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണം. സാധാരണ തങ്ങൾ പറയുന്നതിൻ്റെ പുറമെ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് എനിക്ക് പറഞ്ഞു തരണം, ഞാനത് മുറുകെ പിടിക്കും. അതശബ്ബസു ബിഹി എന്നാ, ഞാനത് മുറുകെ പിടിക്കും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്. നീ അള്ളാഹുവിൻ്റെ ദിക്ർ പതിവാക്കിക്കോ. നിർബന്ധമായ അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ കഴിച്ച് ബാക്കിയുള്ള വിലപ്പെട്ട സമയം നീ അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട് ശുഗലാവുക. അത് സ്വീകരിച്ചു. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, മഹത്തുക്കൾ ഇതൊരടിസ്ഥാനമായി സ്വീകരിച്ചു. ഈ മനുഷ്യ സമൂഹത്തെ അവരെ വ്യക്തിപരമായി നന്നാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ് അള്ളാഹുവിൻ്റെ ദിക്ർ ചൊല്ലിപ്പിക്കൽ. എല്ലാ തരീക്കത്തിൻ്റെ മശായിഖന്മാരും പ്രത്യേകമായ ദിക്റുകൾ ചൊല്ലിപ്പിച്ചുകൊണ്ട് അവരുടെ ശിഷ്യന്മാർക്ക്, ആത്മീയ ശിഷ്യന്മാർക്ക് ആത്മീയ വിശുദ്ധി നൽകുന്നു. അതിനെ അംഗീകരിക്കുന്ന അത്തരത്തിലുള്ള സത്യസന്ധമായ തരീക്കത്തുകളെ അംഗീകരിക്കുന്നവരാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. പക്ഷേ അതിൻ്റെ പേരിൽ ചൂഷണം നടത്തുന്നവരുണ്ട്. പിഴച്ച തരീക്കത്തുകളുണ്ട്, വ്യാജ തരീക്കത്തുകളുണ്ട്. ചൂഷണം നടത്തുന്നതിന് വേണ്ടി തരീക്കത്ത് പ്രസ്ഥാനം ഉപയോഗപ്പെടുത്തുന്നവരുണ്ട്. അവരെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ പല തരീക്കത്തുകളും, കോരൂർ തരീക്കത്ത്, ചോറ്റൂർ തരീക്കത്ത്, നുരിഷ തരീക്കത്ത്, ആലുവ തരീക്കത്ത്, ഷംസിയ തരീക്കത്ത്, ഇങ്ങനെ തുടങ്ങി സമസ്ത കേരള ജമിയത്തുൽ ഉലമാക്ക് നേരിടേണ്ടി വന്ന പല തരീക്കത്തുകളുമുണ്ട്. സത്യസന്ധമായ തരീക്കത്തിന് അംഗീകരിക്കുന്നതോടൊപ്പം പിഴച്ച തരീക്കത്തുകൾ എവിടെ ഉണ്ടായാലും സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിനെ സംബന്ധിച്ച് പഠിച്ച്, നന്നായി പഠിച്ച് മനസ്സിലാക്കിയതിൻ്റെ ശേഷം അതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കും. പൊതുജനങ്ങളോട് അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറയും. ബഹുമാനികളെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ സാധാരണക്കാരായ ആളുകളുടെ അഖീദ സംരക്ഷിക്കുക എന്ന സമസ്തയുടെ ഉത്തരവാദിത്തമാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഈ അഖീദ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതിങ്ങനെ എപ്പോഴും മാറ്റാനുള്ളൊരു സാധനമല്ല. 1.25 ലക്ഷത്തോളം വരുന്ന അംബിയാ മുർസലുകൾ എന്തൊരു വിശ്വാസ കാര്യങ്ങളാണോ ഇവിടെ പ്രചരിപ്പിച്ചതെങ്കിൽ അത് തന്നെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ അംബിയാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ആ വിശ്വാസം തന്നെയാണ് ബഹുമാനപ്പെട്ട പുണ്യ സഹാബത്ത് സ്വീകരിച്ചത്. അത് തന്നെയാണ് ബഹുമാനപ്പെട്ട അയിമ്മത്ത് മുജ്തഹിദീങ്ങൾ, ഇമാം ഷാഫി, ഹനഫി, മാലിക്കി, ഹംബലി, ആ വിശ്വാസങ്ങൾ അവർ ക്രോഡീകരിച്ചു. ആ ക്രോഡീകരിച്ച വിശ്വാസങ്ങൾ ആ കാലഘട്ടങ്ങളിൽ ചോദ്യം ചെയ്ത ആദ്യകാല മുബ്തദികൾ, മുഅ്തസിലിയാക്കൾ പോലെയുള്ള ആദ്യകാല മുബ്തദികളും യുക്തിവാദികളും ഒക്കെ
ആ അമ്പിയാക്കൾ കൊണ്ടുവന്ന വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുകയും അത് വികലമാക്കുകയും ചെയ്യാൻ ഉദ്ദേശിച്ച സമയത്ത് അതിനൊക്കെ വായടപ്പം മറുപടി നൽകിക്കൊണ്ട് അതിന് ശരിയായ അതിൻ്റെ ആധികാരികമായ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ആ മഹത്തായ വിശ്വാസത്തിൻ്റെ ആധികാരികമായ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് അത് വിശദീകരണം നടത്തിയ മഹത്തുക്കളാണ് ബഹുമാനപ്പെട്ട അബുൽ ഹസനുൽ അശ്ശരി, അബൂ മൻസൂറുൽ മാതുരീദി, രണ്ട് മഹത്തുക്കൾ. അവരും തമ്മിൽ യഥാർത്ഥ വിശ്വാസ കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ചില വിശദീകരണങ്ങളിലൊക്കെ ചില വ്യത്യാസങ്ങളുണ്ട്, അല്ലെങ്കിൽ ശാസ്ത്രീയമായ കാര്യങ്ങളിലൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്നല്ലാതെ യഥാർത്ഥ വിശ്വാസം ഉസൂലുദ്ദീൻ എന്ന് പറയുന്ന യഥാർത്ഥ വിശ്വാസത്തിൽ അവരും അഭിപ്രായ വ്യത്യാസമല്ല. അപ്പോൾ അതേ പ്രകാരം തന്നെ ആ മഹത്തുക്കളായ ആ സഹാബത്ത് വിശ്വാസകാര്യങ്ങൾ മാത്രമല്ല ആത്മീയ കാര്യങ്ങളും അനുഷ്ഠാന കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിക്കുകയും അത് ആദ്യ നൂറ്റാണ്ടിലുള്ള ഉത്തമ നൂറ്റാണ്ടിലുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാർ അയിമ്മത്ത് മുജ്തഹിദീങ്ങൾ അത് ശേഖരിച്ചു. അവരുടെ ഉസൂലനുസരിച്ച് കൊണ്ട് ഇജ്തിഹാദ് ചെയ്തു. ഫിഖ് അവർ ക്രോഡീകരിച്ചു. ധാരാളം ഇമാമിയങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അതൊക്കെ കാലാർണപ്പെട്ട് 4 ഇമാമിയങ്ങളാണ് അവരുടെ ശിഷ്യ സമ്പത്തിലൂടെ ആയിരക്കണക്കിനുള്ള ശിഷ്യന്മാർ, അവരുടെ പിൻഗാമികൾ, അവരുടെ ആ പിൻഗാമികളിലൂടെ അവരുടെ മദ്ഹബുകളാണ് ലോകത്ത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസപരമായി അശ്ശരി, മാതുരീദി, കർമ്മപരമായി ഷാഫി, ഹനഫി, മാലിക്കി, ഹംബലി, ഈ മദ്ഹബുകൾ, ഈ തരീഖത്തുകൾ അംഗീകരിക്കുന്നവരാണ് യഥാർത്ഥ സുന്നികളെന്ന് പറയുന്നത്. ആ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ വിശ്വാസാചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഈ മദ്ഹബുകളൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ നിലവിൽ വന്നത്. അത് നിലനിർത്തുക എന്നത് എല്ലാവരുടെയും കടമയാണ്. ഇവിടെ രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും ഉമറാക്കളാണെങ്കിലും ഉലമാക്കളാണെങ്കിലും ആരാണെങ്കിലും ഈ പ്രസ്ഥാനം ഇവിടെ നിലനിർത്തുക എന്നത് എല്ലാവരുടെയും കടമയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ബഹുമാനികളെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ഇതൊരു ഇലാഹിയായ പ്രസ്ഥാനമാണ്. ഇതിൻ്റെ വലിയ സമ്മേളനം കൂരിയാട് വെച്ച് നടക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ അവിടെ കാട് വെട്ടി ചുട്ടു കരിയായി. അപ്പോൾ ഒരു ചിന്ത, ഈ കരിയിലൊക്കെ ആൾക്കാർ വന്നിരുന്നാൽ അവരെ വസ്ത്രമൊക്കെ നാശം, എന്താ ചെയ്യുക? അന്ന് രാത്രി ഒരു മഴ പെയ്ത് എല്ലാം ഒലിച്ചു പോയി. ആലപ്പുഴയിൽ 25-ാം വാർഷികം നടക്കുന്ന സമയത്ത് പലരും പറഞ്ഞു, നമ്മൾക്ക് അവിടെ ആകെ ടൂറിസ്റ്റ് വരുന്ന സ്ഥലമാണ്, പൊടി നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് ലോറിയിൽ വെള്ളം കൊടുന്ന് അവിടെയൊക്കെ ഒന്ന് ഒഴിക്കണം. ശരി, അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞില്ല. അന്ന് രാത്രി തന്നെ ഒരു മഴ പെയ്ത് ആ പൊടിയെല്ലാം നിസ്സാരമായി. ഇങ്ങനെ ഉള്ള ഒരു കറാമത്തുடைய സംഘടനയാണ്, ഇലാഹിയായ സംഘടനയാണ് ഇത്. അള്ളാഹുവിൻ്റെ സഹായം, അള്ളാഹുവിൻ്റെ മഹത്തുക്കളുടെ സഹായം, ഇതിൻ്റെ കൂടെ ആര് നിന്നാലും അള്ളാഹുവിൻ്റെ സഹായം അവർക്കുണ്ടാവും, യാതൊരു സംശയമല്ല. അള്ളാഹു സുബ്ഹാനഹു, ഇത് ആരുടെയെങ്കിലും അല്ല, ഇതേതെങ്കിലും കുറച്ച് ആളുകൾക്കുള്ളതല്ല, എല്ലാവർക്കുള്ള സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. നമ്മുടെ പിഞ്ചു മക്കൾക്ക്, ഈ ഇരിക്കുന്ന മുഴുവൻ ജനങ്ങൾക്ക്, അവർക്ക് എങ്ങനെയാണ് വുളു ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് നോമ്പ് അനുഷ്ഠിക്കേണ്ടത്, എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ഹജ്ജ് കർമ്മം നിർവഹിക്കേണ്ടത്, എങ്ങനെയാണ് ശുദ്ധി വരുത്തേണ്ടത്, പ്രാഥമികമായ കാര്യങ്ങൾ മുതൽക്കുള്ള അനിവാര്യമായ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പഠിപ്പിച്ചത്, എവിടുന്നാണ് പഠിച്ചത്, അത് നേതൃത്വം കൊടുത്ത സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതുകൊണ്ട് ഈ സംഘടന ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ സംഘടനയ്ക്ക് എന്തെങ്കിലും ഒരു ക്ഷീണമുണ്ടാക്കണമെന്നുള്ള എന്തെങ്കിലും ഒരു ആഗ്രഹം ആർക്കെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരിക്കലും അത് സംഭവിക്കുകയില്ല.
നമ്മളൊക്കെ അതിൻ്റെ പ്രവർത്തകരാവണം. ഏതെങ്കിലും ഒരു വിധത്തിൽ നമ്മളതിൻ്റെ പ്രവർത്തകരാവണം. ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ, ഇതിൻ്റെ കൊടി അത് നിലനിൽക്കും. അത് മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു തആല വരുമ്പോൾ ആ കൊടി ഇൻഷാ അല്ലാഹ് മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു തആല ഏൽപ്പിക്കുക തന്നെ ചെയ്യും. ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അത് കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ലോകത്ത് മുഴുവനും വ്യാപിച്ചു കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അതിൻ്റെ എളിയ സേവകരാകാൻ അല്ലാഹു തൗഫീഖ് ചെയ്തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തുക്കൾ നമ്മൾക്ക് കാണിച്ചു തന്ന വഴിയിൽ ജീവിച്ച് മരിച്ച് ആ മഹാന്മാരോടുകൂടെ നമ്മൾക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ബഹുമാനികളെ, എൻ്റെ സംസാരം നീണ്ടുപോയത് സംശയിക്കുകയാണ്. എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സ്വാഗതം പറയുക. ഈ യോഗം ഇവിടെ ഇന്ന് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഉപാധ്യക്ഷൻ UM അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ വലിയൊരു ജനാവലി അവിടെ സിയാറത്ത് യാസീനോദി ദുആ ചെയ്ത് സിയാറത്ത് നടത്തുകയുണ്ടായി. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗം ഇവിടെ പതാക ഉയർത്തിയത് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ അവർകളാണ്. 10 മണി സമയത്ത് ഇവിടെ പതാക ഉയർത്തി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പതാക ഉയർത്തി. പതാകാരന് ഒരു ഇതിങ്ങനെ കാറ്റിനാടുക എന്നുള്ളതല്ല, ഈ സംഘടനയുടെ ഉയർച്ചയാണത് വിളിച്ചോതുന്നത്. കൂടുതൽ ഉയരത്തിലേക്ക് അല്ലാഹു ഉയർത്താൻ നമ്മൾക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അജയ്യനായ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവർകളാണ്. നല്ല ആരോഗ്യവും നല്ല തൗഫീഖും അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ പൊരുത്തത്തിലും അല്ലാഹുവിൻ്റെ ഇബാദിൻ്റെ അല്ലാഹുവിൻ്റെ ഖിദ്മത്തിലുമായി കൊണ്ടുള്ള ദീർഘായുസ്സും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അതേപ്രകാരം തന്നെ ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്താൻ പോകുന്ന ബഹുമാനപ്പെട്ട മുസ്ലിം ഉമ്മത്തിൻ്റെ അനിഷേധ്യനായ നേതാവ്, ബഹുമാനപ്പെട്ട ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്താൻ പോകുന്ന ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മഹാനവറുകളെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അജയ്യനായ ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിന് ഒരു പക്ഷേ പ്രസംഗിക്കാൻ പ്രയാസമുണ്ടാവും. കാരണം ഈ അടുത്ത ദിവസം തിമിരത്തിൻ്റെ കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഡോക്ടർ നിർദ്ദേശമുണ്ട്, കുറച്ച് ദിവസം ഒന്ന് വിശ്രമിക്കണം, കൂടുതൽ സംസാരിക്കരുത് എന്ന ഡോക്ടറുടെ നിർദ്ദേശമുണ്ട്. എന്നാലും അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നു. അൽഹംദുലില്ലാഹ്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും സിഹത്തും ഖുവ്വത്തും തൗഫീഖും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. മഹാനവറുകളെ ഈ മഹത്തായ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപ്രകാരം തന്നെ നമ്മുടെ മുസ്ലിം രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് MP അവർകളോട് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
നമ്മൾ അഖിലേന്ത്യാ അധ്യക്ഷൻ ഖാദിർ മൊയ്തീൻ സാഹിബിനെ ക്ഷണിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് ഉണ്ടായിരുന്നു നേതാക്കൾ. ഞങ്ങൾ സമസ്തയുടെ സയ്യിദുൽ ഉലമയും ഞങ്ങളൊക്കെ ഇരുന്ന് പ്രോഗ്രാം ശരിയാക്കുന്ന സമയത്ത് ഖാദിർ സാഹിബിനെ ക്ഷണിക്കാൻ ഞങ്ങൾ തീരുമാനിക്കുകയും ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങളെ അധികാരപ്പെടുത്തുകയും ക്ഷണിക്കാൻ വേണ്ടി സാദിഖ് അലി തങ്ങൾ തന്നെ നേരിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് വളരെ നിർബന്ധമായ ഒരു മീറ്റിങ്ങിലൊന്ന് പങ്കെടുക്കാനുള്ളത് കൊണ്ട് എത്തിച്ചേരാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം വിവരം അറിയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളോട്, ഈ ഉലമാവിനോട്, പ്രത്യേകിച്ച് മുഷാവറ അംഗങ്ങളോടും പണ്ഡിതന്മാരോടും കാര്യങ്ങളൊക്കെ പറയണം. എനിക്കിങ്ങനെ വരാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ എത്താത്തത് എന്ന വിവരം അവരോടൊക്കെ പറയണമെന്ന് ബഹുമാനപ്പെട്ട തങ്ങളോട് ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് നല്ല തൗഫീക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. പിന്നെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കർണാടക ഗവൺമെൻറ്റിൻ്റെ ചീഫ് മിനിസ്റ്റർ, മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട സിദ്ധരാമയ്യ അദ്ദേഹമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത നിമിഷത്തിൽ അദ്ദേഹം ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തെ ഹാർദവമായി ഈ യോഗത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. അതേപ്രകാരം തന്നെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തുന്ന മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി, ഇവിടെ എത്തുന്ന ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മുഖ്യ അതിഥിയായി അല്പനിമിഷത്തിൻ്റെ ശേഷം അദ്ദേഹം ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തെയും വളരെ ഹാർദവമായി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം പിക്കായ നമ്മൾക്കിവിടെ 1500 കർണാടകയിലെ മക്കൾ സമസ്തക്കും ഈ സമൂഹത്തിനും സേവനം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട 1500 ആയോ 2500 വിക്കായ വോളണ്ടിയർമാർ ഇതായിരിക്കുന്നു. അവർക്കുള്ള സമർപ്പണം നടത്തുന്നത്, അവരെ ഈ സമൂഹത്തിന് സമർപ്പിക്കുന്നത് ഉപമുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേരും. നമ്മുടെ വിക്കായ വോളണ്ടിയർമാർ അവർ വളരെ സന്നദ്ധരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തിനും സമസ്തക്കും സുന്നത്ത് ജമാഅത്തിനും സേവനം ചെയ്യാനുള്ള നല്ല കഴിവും തൗഫീഖും സന്മനസ്സും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. പിന്നെ നമുക്കിവിടെ ഇന്ന് മുഷാവറ കഴിഞ്ഞു. ഈ മുഷാവറയിൽ വെച്ച് ചില 100ാം വാർഷികത്തിൻ്റെ ചില പദ്ധതികൾ, അതുപോലെ ചില പ്രമേയങ്ങൾ, അതൊക്കെ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട അധ്യക്ഷ പ്രസംഗത്തിൽ അതിവിടെ പ്രഖ്യാപിക്കപ്പെടും. ആ തീരുമ്പ പദ്ധതികൾ ഇവിടെ പ്രഖ്യാപിക്കപ്പെടും. അതേപ്രകാരം തന്നെ പ്രമേയങ്ങൾ ഇവിടെ അവതരിപ്പിക്കപ്പെടും. മുമ്പ് വാഗ്ദത്തം ചെയ്തതുപോലെ ബഹുമാനപ്പെട്ട ശൈഖുന ആലിക്കുട്ടി ഉസ്താദ് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഐതിഹാസികമായ 100ാം വാർഷിക മഹാസമ്മേളനത്തിൻ്റെ അതിൻ്റെ ഡേറ്റ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ അജയ്യനായ ജനറൽ സെക്രട്ടറി ശൈഖുന ആലിക്കുട്ടി ഉസ്താദ് ഇവിടെ പ്രഖ്യാപിക്കും. ഇവിടെ ഇൻഷാ അല്ലാഹ് നമ്മളെ മഹാന്മാരായ മുഷാവറ അംഗങ്ങൾ ഇവിടെ മുൻനിരയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. മുഷാവറ അംഗങ്ങൾ ബഹുമാനപ്പെട്ട സെക്രട്ടറി ഉമർ ഉസ്താദിൻ്റെ ഒരു നല്ല പ്രസംഗം ഇവിടെ ഉണ്ടാകും.
പിന്നെ മുഷാവറ അംഗങ്ങൾക്കൊക്കെ മന്ത്രിമാർ ജാസ്തി ഉള്ളത് കൊണ്ട് എല്ലാവർക്കും പ്രസംഗിക്കാനുള്ള അവസരം ഉണ്ടാവില്ല. അവരുടെ സാന്നിധ്യമാണ്, അവരുടെ ഈ സാന്നിധ്യമാണ് വലുത്. എല്ലാ മുഷാവറ അംഗങ്ങളെയും വളരെ ബഹുമാനത്തോടുകൂടെ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഒരുപാട് നേതാക്കന്മാർ, വിശിഷ്ടാതിഥികൾ ഇവിടെ നമ്മളെ സ്റ്റേജിൽ ഉണ്ട്, അണിനിരന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഖാദർ സാഹിബ്, അദ്ദേഹം കർണാടക നിയമസഭാ സ്പീക്കറാണ്. അദ്ദേഹത്തെ ഈ മഹത്തായ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപ്രകാരം തന്നെ കർണാടക സർക്കാരിൻ്റെ ആഭ്യന്തരമന്ത്രി ഡോക്ടർ ജി പരമേശ്വര, അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപ്രകാരം തന്നെ കർണാടക ഊർജ വകുപ്പ് മന്ത്രി കെ ജെ ജോർജ്, അദ്ദേഹത്തെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപ്രകാരം തന്നെ ട്രാൻസ്പോർട്ട് ദേവസ്വം വകുപ്പ് മന്ത്രി രാമലിംഗ റെഡ്ഡി, അദ്ദേഹത്തെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപ്രകാരം തന്നെ ബഹുമാനപ്പെട്ട വഖഫ് ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി BS സമീർ അഹമ്മദ് ഖാൻ, അദ്ദേഹം മുഷാവറ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ കയറി വന്നു. അദ്ദേഹത്തിൻ്റെ ആശംസകളൊക്കെ മുഷാവറ യോഗത്തിൽ വെച്ച് അദ്ദേഹം നിർവഹിക്കുകയുണ്ടായി. ഇനിയും അദ്ദേഹം എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തെയും പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. അതേപ്രകാരം തന്നെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ദിനേശ് ഗുണ്ടുറാവു, അദ്ദേഹത്തെ ബഹുമാനപ്പെട്ട മന്ത്രി അവറുകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപ്രകാരം തന്നെ ഹജ്ജ് വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട റഹീം ഖാൻ, അദ്ദേഹത്തെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപ്രകാരം തന്നെ ഗവൺമെൻറ് ചീഫ് വകുപ്പ് കർണാടക നിയമസഭ സലീം അഹമ്മദ്, ബഹുമാനപ്പെട്ട സലീം അഹമ്മദിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപ്രകാരം തന്നെ മുസ്ലിം രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, കേരള നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് MP അവറുകളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപ്രകാരം തന്നെ MLA ആൻഡ് പൊളിറ്റിക്കൽ സെക്രട്ടറി ഓഫ് ചീഫ് മിനിസ്റ്റർ ബഹുമാനപ്പെട്ട നസീർ അഹമ്മദ്, അദ്ദേഹത്തെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപ്രകാരം തന്നെ NA ഹാരിസ് MLA, അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റിസ്വാൻ അർഷദ് MLA, അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പൊന്നണ്ണ MLA, ഡോക്ടർ മന്ദർ ഗൗഡ MLA, NA മുഹമ്മദ് സാഹിബ്, ഇവരൊക്കെ വളരെ ആർദ്രവുമായി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ പ്രഭാഷണം നടത്താൻ പോകുന്ന ഉമർ ഉസ്താദ് അടക്കം ബഹുമാനപ്പെട്ട മുഷാവറ മെമ്പർമാർ, സമസ്തയുടെ ഉപാധ്യക്ഷൻ MK മൊയ്തീൻകുട്ടി മുസ്ലിയാർ, MP കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ, അതേപ്രകാരം തന്നെ PK മൂസക്കുട്ടി ഹസ്രത്ത്, K ഉമർ ഫൈദ് മുക്കം, അതേപ്രകാരം തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട താക്ക അഹമ്മദ് മുസ്ലിയാർ, മൗലാന സയ്യിദ് തൻവീർ ഹഷ്മി, പ്രസിഡന്റ് ജമാഅത്ത് അഹ്ലെ സുന്ന, ഫൗണ്ടർ ജാമിഅ ഹാഷിമിയ ബിജാപൂർ, മൗലാന മുഫ്തി മുഹമ്മദ് അലി മിസ്ബാഹി ജലാലി, ജനറൽ സെക്രട്ടറി ജമാഅത്ത് അഹ്ലെ സുന്ന കർണാടക,
അതേ പ്രകാരം തന്നെ മുസാവർ അംഗങ്ങളാകുന്ന KT ഹംസ മുസ്ലിയാർ, ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദവി കുരിയാട്, ദാറുൽഹുദ ഇസ്ലാമിക് അറിയാലോ. അതേ പ്രകാരം തന്നെ ബഹുമാനപ്പെട്ട TS ഇബ്രാഹിം മുസ്ലിയാർ, ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ, K ഹൈദർ ഫൈസി ഉസ്താദ്, AV അബ്ദുറഹ്മാൻ മുസ്ലിയാർ, KKP അബ്ദുള്ള മുസ്ലിയാർ, ES അസം ഫൈലി, PK ഹംസക്കുട്ടി മുസ്ലിയാർ, ആദർശേരി, ബഹുമാനപ്പെട്ട AB ഉസ്മാൻ ഫൈലി, മാഹി മുസ്ലിയാർ തൊട്ടി, AP മുസ്തഫൽ ഫൈലി, MM അബ്ദുള്ള ഫൈലി കൊടക്, PM അബ്ദുസലാം ബാക്കവി വടക്കേക്കാട്, CK സൈദാലിക്കുട്ടി ഫൈലി, ബഹുമാനപ്പെട്ട ജാമിയയിലെ പ്രഗത്ഭനായ ഉസ്താദ് അസ്ഗർ അലി ഫൈലി, ഡോക്ടർ CK അബ്ദുറഹ്മാൻ ഫൈലി അരിപ്ര, KM ഉസ്മാൻ ഫൈലി തോടാർ, ഒളവണ്ണ അബൂബക്കർ ദാരിമി, PV അബ്ദുസലാം ദാരിമി തുടങ്ങിയുള്ള മുഷാവറ അംഗങ്ങളെ എല്ലാവരെയും ഈ മഹത്തായ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതേ പ്രകാരം തന്നെ സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ, ബഹുമാനപ്പെട്ട സൂഫി അബ്ദുൽ ഖാദിർ ഷാ, വാജിദ് ഹുസൈൻ, ഫൗണ്ടർ ഗുൽഷാനെ ഖാദിരിയ ട്രസ്റ്റ് ബംഗളൂർ, മൗലാന ഫരീദ് ഖാൻ മിസ്ബാഹി, പ്രസിഡന്റ് സാദെ മില്ലത്ത് ഫൗണ്ടേഷൻ, മൗലാന മുസ്തഫ കമാൽ പാഷ നക്ഷബന്ദി, ഡയറക്ടർ ദാറുൽ ഉലൂം ഖാദിരിയ ഗംഗാവാടി ഭോപ്പാൽ, ബഹുമാനപ്പെട്ട മുഫ്തി മുഹമ്മദ് അലി ഖാദിരി, ഉർദു ലെക്ചർ ഗവൺമെൻറ് മുനാജി നാഷണൽ PU കോളേജ് വെല്ലൂർ, സയ്യിദ് ഉമർ ഹാഷിമി ബിദർ, ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈദി അമ്പലക്കടവ്, ബഹുമാനപ്പെട്ട അബ്ദുൽ സമദ് പൂക്കോട്ടൂർ, റഫീഖ് ഉദവി കോലാർ, ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങൾ, ഹാജി ഇബ്രാഹിം മാസ്റ്റർ, PM അബ്ദുൽ ലത്തീഫ് ഹാജി, ഇവരൊക്കെ നമ്മുടെ സംഘടനാ പ്രവർത്തകരാണ്. അൽഹംദുലില്ലാഹ്, നമ്മളിങ്ങനെ വിചാരിച്ചു ബാംഗ്ലൂർ പോയാൽ എന്തായിരിക്കും സ്ഥിതി, അവരല്ലേ പരിചയം. ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമാക്ക് എത്രമാത്രം വളക്കൂറുള്ള മണ്ണാണ് ഇത് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചു, ഇനി അത് തീരുമാനമെന്ന് വിചാരിക്കണ്ട, ഈ ഉദ്ഘാടന സമ്മേളനം ഇവിടെ ആക്കിയത് 100ാം വാർഷികം തന്നെ ഇവിടെ ആക്കാമായിരുന്നല്ലോ. അത്ര വലിയ ആവേശമാണ്. ചിലർ പറയാണ് ഇവിടെ നമ്മൾ എത്രയോ ദിവസങ്ങളായി ഉറങ്ങിയിട്ടില്ല, രാവും പകലും ഉറങ്ങിയിട്ടില്ല. അത്രമാത്രം നമ്മുടെ ഇവിടെ ഒരുപാട് യൂണിറ്റുകൾ, സ്വാഗത സംഘത്തിൻ്റെ ഒരുപാട് യൂണിറ്റുകൾ, ഓരോ യൂണിറ്റുകളും അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമാക്ക് വേണ്ടി അവരിവിടെ വലിയ സേവനങ്ങളാണ് ചെയ്തത്. മാത്രമല്ല, ഇവിടെ സ്വാഗത സംഘത്തിൻ്റെ ഒരു യോഗത്തിൽ വെച്ചൊരു തീരുമാനമെടുത്തു. എന്താ തീരുമാനം എന്നറിയോ? ഈ സമ്മേളനം കഴിഞ്ഞ് പിരിഞ്ഞു പോയാൽ പോരാ, ഇൻഷാ അല്ലാഹ് ഈ സമ്മേളനത്തോടുകൂടെ ഈ ഒത്തൊരുമ, ഈ തോളോട് തോള് ചേർന്നുകൊണ്ടുള്ള ഈ പ്രവർത്തനം അത് തുടരുക തന്നെ വേണം. അതിനുവേണ്ടി ഒന്നാം ഘട്ടമായി ഈ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ കാര്യമാണ് അവിടെ ചർച്ച ചെയ്യപ്പെട്ടത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ നേതാക്കൾ ഇവിടെ പ്രഖ്യാപിക്കും. അതുകൊണ്ട് ഞാൻ ആ കാര്യം പറയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം മാത്രം പറയുന്നു, സമസ്ത കേരള ജമിയത്തുൽ ഉലമാക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സേവനം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നാളെ മഹ്ശറിൽ നമ്മളുടെ ഹസനാത്തിൻ്റെ തട്ടിൽ
ഏറ്റവും ഭാരം തൂങ്ങുന്ന അമലായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഈ കാണുന്നതെല്ലാം തന്നെ ഇതാ ഇവരിവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ട്, പല സ്ഥലത്തേക്കും അതിങ്ങനെ വിട്ടയച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമ്മളുടെ സകല പ്രവർത്തനങ്ങളും ഈ സമ്മേളനം മാത്രമല്ല, നമ്മുടെ എല്ലാ ചലനങ്ങളും അടക്കങ്ങളും അനക്കങ്ങളും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഓരോ ദിവസവും ഡ്യൂട്ടിക്കാരായ മലായിക്കത്ത് വന്നുകൊണ്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് അത് ക്ലിയർ ചെയ്ത്, എന്താ ക്ലിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൃദയങ്ങളിലേക്ക് നോക്കും, ഇവൻ്റെ നിയ്യത്ത് എങ്ങനെയുണ്ട് എന്ന്. അങ്ങനെ ക്ലിയർ ചെയ്ത് എല്ലാ ദിവസവും രാവും പകലും വാനലോകത്തിലേക്ക് അല്ലാഹുവിൻ്റെ സാന്നിധ്യത്തിലേക്ക് അതങ്ങനെ ഉയർത്തിക്കൊണ്ടുപോകുന്നുണ്ട്. അതാണ് നമ്മൾക്ക് വലുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അല്ലാഹുവിൻ്റെ വജഹിന് വേണ്ടി, അവൻ്റെ പൊരുത്തത്തിന് വേണ്ടി, ഈ സമൂഹത്തിനും ഈ രാജ്യത്തിനും ഈ സംഘടനക്കും പരിശുദ്ധ ദീനിനും വേണ്ടി ഇഖ്ലാസോടുകൂടെ സേവനം ചെയ്യുന്ന മുത്തഖീങ്ങളിലും ഫായിസീങ്ങളിലും നമ്മളെല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ പേര് പറയാത്ത ഒരുപാട് മഹത്തുക്കൾ, മഹാന്മാർ ഈ സ്റ്റേജിലുണ്ട്, ഈ സദസ്സിലുണ്ട്. സമസ്തയെ സ്നേഹിക്കുന്ന അനുയായികളും അനുഭാവികളുമായ മുഹിബ്ബീങ്ങളായ